നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ചെന്നൈ ഗുജറാത്ത് മത്സരം വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയൊക്കെ കാത്തിരുന്ന മത്സരമായിരുന്നു. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്ക് ഒരു നേരിയ സാധ്യത നിലനിർത്താൻ അവർക്ക് ഗുജറാത്തിനെതിരായ മത്സരം വിജയിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇന്നലെ കൂറ്റനൊരു തോൽവിയാണ് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. 89 റൺസിൻ്റെ തോൽവി വഴങ്ങി ചെന്നൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുന്നു. കൂടെ MSKയും അതുപോലെ തന്നെ സമീർ ബിലാക്കലും. MSK, എങ്ങനെയാണ് ഇന്നലത്തെ ഒരു മത്സരം? ഇന്നലെ സഞ്ജു ആദ്യ ബോൾ തന്നെ പുറത്താകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് ഒരു കൂറ്റനടികൾ ഒട്ടേറെ കണ്ട ഒരു മത്സരം. എങ്ങനെ കാണുന്നു ഇന്നലത്തെ മത്സരത്തെ? തീർച്ചയായിട്ടും ചെന്നൈ ഈ മത്സരത്തിന് മുമ്പ് തന്നെ, ഈ ടോസിന് മുമ്പ് തന്നെ തോറ്റൊരു ഫീലായിരുന്നു. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫസ്റ്റ് ബോൾ ടെക്കിനേക്കാൾ ഉപരി ആ ടീമിൻ്റെ സെലക്ഷൻ തന്നെ അവിടെ പാളിയിട്ടുണ്ട്. അതായത് ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു ഇന്നലെ. ചെന്നൈ ഒരുപക്ഷെ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 25 റൺസിനെങ്കിലും അവരെ 25 റൺസിനെങ്കിലും ജയിക്കണം എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു. രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ, ചേസിങ്ങിലാണെങ്കിൽ 17.2 ഓവറിനുള്ളിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പ്രതീക്ഷ എന്നുള്ള അത്രയും വലിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്നു, ഗുജറാത്ത് ബാറ്റ് ചെയ്യുന്നു, 230 റൺസ് എടുക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ടോസ് കിട്ടിയിട്ടും ചെന്നൈ ചേസിംഗ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനം, ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഏറ്റവും നന്നായി പന്തെറിഞ്ഞ അഖിൽ ഹുസൈൻ എന്ന താരം, അദ്ദേഹത്തെ പുറത്തിരുത്തിയാണ് ചെന്നൈ ഈ പ്ലേയിങ് 11 സെലക്ട് ചെയ്തിരിക്കുന്നത്. അഖിൽ ഹുസൈനെ പുറത്തിരുത്താനുള്ള കാരണം എന്താണ് എന്ന് ഒട്ടും വ്യക്തമല്ല ഈ ഒരു ടീം സെലക്ഷനിൽ. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിക്കുകൾ അലട്ടിയ സീസണായിരുന്നു. അവരുടെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പരിക്ക് തന്നെയായിരുന്നു. ഒരുപാട് പേർ, ആയുഷ് മാത്രേ, ഖലീൽ അഹമ്മദ്, ഓവേർട്ടൺ, അങ്ങനെയുള്ള ഒരുപാട് പേർ പരിക്ക് കാരണം പുറത്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും കഴിഞ്ഞ മത്സരത്തിൽ, അത്രയും വലിയൊരു മത്സരത്തിൽ, ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ അഖിൽ ഹുസൈൻ എന്ന ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു ബോളറെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ടീം സെലക്ഷൻ. അതിനുശേഷം ചെന്നൈയുടെ ബോളേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്തത്, ഒരു ഇൻറ്റൻഷനോട് കൂടി പന്തെറിയുക എന്നുള്ള ആ ഒരു രീതി ചെന്നൈക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരു 1-2 സീസണായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിക്കറ്റ് ടേക്കിംഗ് ബോളർ ഇല്ല. വെറുതെ ഒരു 5-6 ബോളുകൾ എറിയുന്നു, പോകുന്നു. ആ രീതിയിൽ തന്നെ ഒരു എഫേർട്ട് എടുത്ത് ബോൾ ചെയ്യുന്ന ആരെങ്കിലും ആ ടീമിലുണ്ടോ എന്നുള്ളത് മഷീട്ട് നോക്കിയാൽ പോലും കാണാത്തൊരവസ്ഥയാണ്. ഇതിൽ കമ്പോജിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കമ്പോജ് ആദ്യ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് പന്തെറിഞ്ഞു, വിക്കറ്റുകൾ ലഭിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും കമ്പോജിന് വിക്കറ്റുകൾ ലഭിച്ചത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം കമ്പോജിൻ്റെ ബോളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വേരിയേഷനോ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാരെ കുഴക്കുന്ന ലൈനോ ലെങ്തോ ഒന്നുമില്ലാതെ ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹം അത്രത്തോളം എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ട് ബാറ്റ്സ്മാൻമാർ ആ സമയത്ത് ഇതേ വിക്കറ്റ് ലഭിച്ചു. പിന്നീടുള്ള അവസാനത്തെ 7 മത്സരങ്ങൾ നമുക്കറിയാം, LSGക്കെതിരെയുള്ള മത്സരത്തിൽ തുടർച്ചയായി 8 പന്തുകളിൽ 8 സിക്സറുകൾ നമ്മൾ കണ്ടതാണ്. മിച്ചൽ മാർഷും അടിക്കുന്നു, അതുപോലെ തന്നെ നിക്കോളാസ് പൂരനും അടിക്കുന്നു. അതായത് ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പന്തുകൾക്ക് പ്രത്യേകിച്ച് ഒരു വേരിയേഷനും ഇല്ല. ഒരു 6 പന്തുകൾ, ശരി, ഇതാണ് എൻ്റെ ജോലി എന്ന രീതിയിൽ അദ്ദേഹം വന്ന് പന്തെറിഞ്ഞ് പോകുന്നു. ആ രീതിയിലാണ് കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹത്തിന്, അതായത് ഈ IPL ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങിയ താരമായി കമ്പോജ് മാറുന്നത് നമുക്ക് കണ്ടു. അവസാന 4 മത്സരങ്ങൾ അദ്ദേഹത്തിന് 14ൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓവറിലെ എക്കണോമി ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത്, മൊത്തത്തിൽ ചെന്നൈ ബോളർമാർക്ക് ആർക്കും വിക്കറ്റ് എടുക്കാനേ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇടയ്ക്ക് സഞ്ജുവിന് പരിക്കേറ്റ് ഉർവിൽ പട്ടേൽ കീപ്പറാവുന്ന സമയത്ത് ഒരു ബിഗ് ബ്ലണ്ടർ അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു ക്യാച്ച്, അത് കീപ്പർക്കോ മനസ്സിലാവുന്നില്ല, ബോളർക്കോ മനസ്സിലാവുന്നില്ല, ഒരാൾ അപ്പീൽ ചെയ്യുന്നില്ല. ഓൾറെഡി ഇതുപോലുള്ള അവസരങ്ങളിലാണ് നമ്മൾ DRS എന്നുള്ളൊരു സിസ്റ്റം അവിടെ വെക്കുന്നത്. ഒരാൾ പോലും അതിന് ശ്രമിക്കുന്നേ ഇല്ല. ഗില്ലിന് ഒരു ലൈഫ് കിട്ടുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ബോളേഴ്സ്, ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 3 ക്ലിക്കായാലാണ് അവർ ജയിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എല്ലാ മത്സരത്തിലും ഒരുവിധം അവരുടെ ടോപ്പ് 3 ക്ലിക്കാവുന്നുണ്ട്. സായി സുദർശൻ, വലിയ ചന്തമൊന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്, പക്ഷേ കൃത്യമായിട്ട് എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ഡെലിവർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി റൺസ് എടുക്കുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ, അദ്ദേഹം നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരുപാട് ഉയർന്നിട്ടുണ്ട്. അതായത് 160ക്ക് അടുത്തുള്ള സ്ട്രൈക്ക് റേറ്റാണ് അദ്ദേഹം. ഒരു ശുഭ്മാൻ ഗിൽ 2.0 എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം വളർന്നിരിക്കുന്നു. അദ്ദേഹം കൃത്യമായിട്ടും പവർ പ്ലേയിൽ അടിച്ച് കളിക്കുന്നൊരു താരമായി മാറുന്നു. അതുപോലെ ഈ ജോസ് ബട്ട്ലറൊന്നും അത്ര ഫോമിലായിരുന്നു
ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോസ് ബട്ട്ലറൊക്കെ ഫോമിലേക്ക് എത്തിക്കോ എന്ന രീതിയിലാണ് പന്ത് എറിയുന്നത്. അത് ഒരു ഘട്ടത്തിൽ ഇപ്പം ഇത്രയും പേസ് ബോളേഴ്സും ഇത്രയും ബോളേഴ്സൊക്കെ ഉണ്ടായിട്ടും ഇടയ്ക്ക് ശിവൻ ദൂബയ്ക്ക് എന്തിനാണ് പന്ത് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവൻ ദൂബെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി 2 സീസണുകളായി ശിവൻ ദൂബയുടെ പന്തുകൾ കൃത്യമായി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും ദൂരം ഇത്രയും റണ്ണപ്പൊക്കെ എടുത്തുകൊണ്ട് 112 113 പേസിൽ എറിയുന്നു എന്ന് പറയുമ്പോൾ ശിവൻ ദൂബെ ഒരു 3-4 വർഷം മുമ്പ് മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹം എറിഞ്ഞിരുന്ന പന്തുകൾ 130 മുകളിൽ പേസിൽ അദ്ദേഹം എറിഞ്ഞിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ പേസൊക്കെ കുറച്ച് ശരി എന്നാൽ പിന്നെ ഒരു 6 പന്തുകളെന്ന് എറിഞ്ഞേക്കാം. നമ്മുടെ എന്താ പറയാ ക്യാപ്റ്റൻ പറഞ്ഞതിൽ ഒരു 6 പന്തുകൾ എറിഞ്ഞേക്കാവുന്ന രീതിയിൽ പന്തെറിഞ്ഞ് പോകുന്ന ഒരു ശിവൻ ദൂബെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു റൺസ് 230 റൺസ് ചേസ് ചെയ്യാനുള്ള സമയത്ത് സഞ്ജുവിനൊപ്പം ഓപ്പണറായിട്ട് ഇറങ്ങുന്നത് മാത്യു ഷോട്ടാണ്. ഏറ്റവും രസകരമായ കോമഡി എന്നുള്ളത് ഇത്രയും ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ മാത്യു ഷോട്ട് ഈ IPL സീസണിൽ ഒരു മത്സരത്തിൽ പോലും പ്രൂവ് ചെയ്യാത്തൊരു താരമാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ ടീമിൽ പോലും അദ്ദേഹം അവസരമില്ലാത്തൊരു താരമാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് എബിലിറ്റിയും ഒക്കെ ചോദ്യചിഹ്നമാണ്. ആ സമയത്താണ് 230 റൺസ് 17.2 ഓവറിൽ ചേസ് ചെയ്യണമെന്നിരിക്കെ സഞ്ജുവിനൊപ്പം ഇറങ്ങുന്നത് മാത്യു ഷോട്ടാണ്. സഞ്ജു ഫസ്റ്റ് ബോളിൽ ഔട്ടാവുന്നു, സിറാജിൻ്റെ പന്തിൽ ഔട്ടാവുന്നു. അതൊരു നല്ലൊരു പന്തായിരുന്നു. എങ്കിൽ കൂടിയും സഞ്ജുവിൻ്റെ പെർഫോമൻസ് കൺസിസ്റ്റൻസി വലിയൊരു വിഷയമായി നിൽക്കുകയാണ്. പല മത്സരങ്ങളിലും സഞ്ജു ഇതേപോലെ ഫസ്റ്റ് ഔട്ടാവുന്നു. കൺസിസ്റ്റൻസി എപ്പോഴും സഞ്ജുവിൻ്റെ വിഷയമായിരുന്നു IPL-ൽ. ഇവിടെയും അതൊരു വിഷയമായി വരുന്നു. അത് കഴിഞ്ഞിട്ടിറങ്ങി വന്ന താരത്തെക്കുറിച്ച് ഗെയ്ക്വാദ് കഴിഞ്ഞ മത്സരത്തിൽ വൺ ഡൗൺ ആയിട്ട് ഈ മത്സരത്തിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു. ആദ്യമായിട്ട് ഈ സീസണിൽ ആദ്യമായിട്ട് ഇൻറ്റൻഷനോട് അദ്ദേഹം ബാറ്റ് ചെയ്തു എന്ന് പറയാവുന്ന ഒരു മത്സരമായിരുന്നു. കാരണം സിറാജിൻ്റെ പന്ത് ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം ഒരു സ്കൂപ്പിനൊക്കെ ശ്രമിച്ചുകൊണ്ട് ഒരു 6 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻറ്റൻഷൻ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഇതേ ഒരു ഇൻറ്റൻഷനോട് കൂടി കളിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ CSKക്ക് ജയിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ ആദ്യ മത്സരത്തിൽ, അതും അവസാന മത്സരത്തിൽ, അതായത് അദ്ദേഹം ഇൻറ്റൻഷൻ കാണിച്ച ആദ്യ മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരം. പക്ഷെ അത് ഒരു ചെറിയൊരു ഇന്നിങ്സായി. അതിനുശേഷം വന്നൊരു താരം ഉർവിൽ പട്ടേൽ എന്നാണ് അയാളുടെ പേര്. ഉർവിൽ പട്ടേലിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരു വൺ മാച്ച് വണ്ടറായിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളൊരു കീ കൊടുത്തിട്ട് അതിനങ്ങ് പറഞ്ഞു വെക്കുന്നു, അതൊറ്റ റൂട്ടേ പോവുള്ളൂ. ഈ കളിപ്പാട്ടം, ഈ കാറൊക്കെ ഉണ്ടല്ലോ ചെറിയ, ഈ കാർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇടിച്ചു നിൽക്കും. റിമോട്ട് ഇല്ലെങ്കിൽ കീ കൊടുക്കുന്ന കാറുകൾ അവിടെ പോയിട്ട് അതിനറിയില്ല അതിൻ്റെ അപ്പുറം അല്ലെങ്കിൽ അവിടുന്ന് ഒന്നിങ്ങോട്ട് ലെഫ്റ്റിലേക്കോ ഡീവിയേറ്റ് ചെയ്യാൻ അറിയില്ല. അതേ ഒരു അവസ്ഥയാണ് ഉർവിൽ പട്ടേലിന്. കാരണം അദ്ദേഹം എല്ലാ മത്സരത്തിലും ഒറ്റൊരു ഷോട്ട് മാത്രമാണ് വശമുള്ളത്. ഇതേപോലെ നമ്മളിപ്പോൾ ടെർമിനേറ്റർ സിനിമയെ കാണുന്നുണ്ട്. അർണോൾഡ് ഷാസ്നഗറൊക്കെ ഇങ്ങനെ എല്ലാം സംഹരിക്കാൻ വേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതേ ഒരു അവസ്ഥയിൽ ഒരു റോബോട്ട് കണക്കെ അദ്ദേഹം വരുന്നു. അദ്ദേഹം ഒരേ ഷോട്ടുകൾ അടിക്കുന്നു, പെട്ടെന്ന് ഔട്ടാവുന്നു. ഇതുകൊണ്ട് എന്താണ് അതുകൊണ്ട് കാര്യം, ഈ CSKക്ക് എന്താണ് കാര്യം എന്നുള്ളതൊരു ചർച്ചാ വിഷയമാണ്. അതായത് ഒരു ഇന്നിങ്സൊക്കെ ചിലപ്പോൾ വിജയിച്ചേക്കാം, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. മുമ്പ് വെസ്റ്റ് ഇൻഡീസിൽ റിക്കാർഡോ പവൽ എന്നുള്ളൊരു താരം ഉണ്ടായിരുന്നു. 2002-2003 കാലഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ അദ്ദേഹം ഒരു സെഞ്ചുറി അടിച്ചിരുന്നു. ബ്രയാൻ ലാറയും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആ ടീമിൽ ഇന്ത്യക്കെതിരെ ഒരു അതിവേഗ സെഞ്ചുറി. ആ സമയത്ത് അതിവേഗ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അങ്ങനെ ഏകദിനത്തിലൊരു 110 അല്ലെങ്കിൽ 100 സ്ട്രൈക്ക് റേറ്റിലൊക്കെ ആളുകൾ കളിച്ചിരുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ അതിവേഗ സെഞ്ചുറി നേടിക്കൊണ്ട് അദ്ദേഹം അടുത്ത നെക്സ്റ്റ് ബിഗ് തിങ് എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ പറയുന്നു. ഒരുപാട് സിക്സറുകളൊക്കെ നേടി ആ സെഞ്ചുറി അടിക്കുന്നു. പക്ഷേ ഒരു 2 വർഷത്തിനപ്പുറം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഫോം ഔട്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ എക്സ്പോസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഉർവിൽ പട്ടേലിനും സംഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം വേറെ ഷോട്ടുകളോ അല്ലെങ്കിൽ വൈവിധ്യമോ ഒന്നുമില്ല. ബോൾ അടിക്കുക, ഒരു എന്താ പറയുക, ഒരു മെഷീൻ പോലെ ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വീക്ക്നെസ്. അത് മാറ്റിയില്ലെങ്കിൽ അദ്ദേഹം CSKക്ക് വലിയൊരു ബാധ്യതയാകും, IPL-ന് തന്നെ വലിയൊരു ബാധ്യതയാകാനുള്ള സാധ്യതയുണ്ട്. സമീർ, പിന്നെ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴേ കഴിഞ്ഞ ഈ മത്സരത്തിന് ശേഷം ഗെയ്ക്വാദ് പറയുന്നുണ്ട്, അതായത് ഞങ്ങളുടെ യുവതാരങ്ങൾ വലിയ രീതിയിൽ പെർഫോമൻസ് നടത്തിയെന്നൊക്കെ. നേരത്തെ MSK പറഞ്ഞ പ്രകാരം എവിടെയാണ് ആ യുവതാരങ്ങൾ അത്രത്തോളം പെർഫോമൻസ് നടത്തിയെന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. അപ്പോൾ ഉർവിൽ പട്ടേൽ ഒരു മത്സരത്തിൽ മാത്രമാണ് ഒരു നന്നായിട്ടൊരു പ്രകടനം നടത്തി, അതായത് 13 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഒരു റെക്കോർഡിലേക്ക് അത് പങ്കിട്ട് എത്തുന്ന രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു യുവതാരങ്ങളെ അത്രത്തോളം ഉയർത്തി കാണിക്കാനുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് കാർത്തിക് ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഫോം, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇന്നലെ കാർത്തിക് ശർമ്മയും അതുപോലെ തന്നെ ദുബൈയൊക്കെ ഇന്നലെ അത്യാവശ്യം കളിക്കുന്നു. കാർത്തിക് ശർമ്മയ്ക്ക് ഇന്നലെ അത്രത്തോളം എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു 19 റൺസാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ അവരുടെ ഒരു യുവതാരങ്ങളുടെ ഒരു പ്രകടനം അതെങ്ങനെയാണ്? യുവതാരങ്ങളുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ പ്രശാന്ത് വീറിനെ ഋതുരാജ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ കാർത്തിക് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും
റൺസ് സ്കോർ ചെയ്യുന്നതിനപ്പുറം ഒരു കളി വിജയിക്കുന്ന രീതിയിലുള്ള ഇന്നിങ്സ് ഒന്നും ഈ സീസണിൽ വന്നിട്ടില്ല. പിന്നെ ചെന്നൈയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ലേലത്തിൽ തുടങ്ങുന്ന പ്രശ്നമാണ്. 14 കോടിക്ക് കാർത്തിക് ശർമ്മയെയും പ്രശാന്ത് വീറിനെയും എടുക്കുന്നു. അതിനപ്പുറം MSK പറഞ്ഞ പോലെ ഒരു പ്രീമിയം ബോളറുടെ ഒരു അഭാവം നന്നായിട്ട് ചെന്നൈ ബാധിച്ച ഒരു സീസണായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ജാമി അവിടെ ഉണ്ടായത് കൊണ്ട് ബാലൻസ് ചെയ്യപ്പെട്ടു പോയ ഒരു ബൗളിംഗ് നിരയായിരുന്നു ചെന്നൈയുടേത്. ജാമി പരിക്കേറ്റ് പുറത്താവുന്നതോട് കൂടിയിട്ട് കമ്പോജ് അവിടെ എക്സ്പോസ്ഡ് ആവുന്നതോട് കൂടിയിട്ടാണ് ചെന്നൈ ഈ വിധം തകർന്നതെന്ന് പറയാം. ചെന്നൈയുടെ കാര്യം പറയുകയാണെങ്കിൽ 2023 കിരീടം നേടിയ ഒരു ടീമാണ് ചെന്നൈ എന്ന് പറയുന്നത്. പിന്നീടുള്ള തുടർച്ചയായിട്ടുള്ള 3 സീസണിലും ലീഗ് സ്റ്റേജ് പോലും മറികടക്കാൻ ചെന്നൈക്ക് ആയിട്ടില്ല എന്ന് പറയാം. ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും മോശം പ്രകടനമാണ് ചെന്നൈ കാഴ്ചവെച്ചത്. ചെന്നൈയുടെ പ്രകടനം പറയുമ്പോൾ ഗുജറാത്തിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഗില്ലിൻ്റെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരു മികച്ച പ്രകടനമാണ് ഗുജറാത്ത് കാഴ്ചവെച്ചത്. പിന്നെ നമ്മൾ എപ്പോഴും നിർഗുണർ എന്ന് പറയുന്ന ഒരു ടീമാണ് ഗുജറാത്ത്. നിർഗുണ ഓപ്പണിംഗ് എന്നാണ് ഗില്ലിനും സുദർശനും പറയാറുള്ളത്. പക്ഷേ ഈ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ ഇപ്പോൾ ഗില്ലല്ല സുദർശനാണ് ഒന്നാമത്. രണ്ടാം സ്ഥാനം ഗില്ല്. രണ്ടാം സ്ഥാനം ഗില്ലായിരുന്നു. ഇന്നലത്തെ മത്സരത്തിലാണ് ഗില്ല് 1-ാം സ്ഥാനം നേടിയതെന്ന് തോന്നുന്നു. 600 മത്സരത്തിൽ അത് ഒരു മത്സരത്തിൽ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാറിയിടുന്നുണ്ട്. സായി സുദർശൻ കഴിഞ്ഞ വർഷത്തെ ഓറഞ്ച് ക്യാപ്പ് വിന്നർ കൂടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗില്ലിൻ്റെ ഒരു മധുരപ്രതികാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദേശീയ ടീമിൽ നിന്ന് പുറത്താകുന്നു. നമ്മളടക്കം സഞ്ജുവിന് അവിടെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളും ഗില്ലിൻ്റെ പുറത്താകലിൽ സന്തോഷിക്കുന്നു. പക്ഷെ അവിടെ നിന്നൊരു ഗംഭീര തിരിച്ചുവരവാണ് ഗില്ല് നടത്തിയത്. സ്ട്രൈക്ക് റേറ്റിൻ്റെ പേരിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രൈക്ക് റേറ്റൊക്കെ ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. 160ക്ക് മേലെയാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. സുദർശനാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള 5ാം 50ആണ് സുദർശൻ്റെ ഈ സീസണിൽ. അപ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് നിരയോടാണ് ചെന്നൈ ഇങ്ങനെ നേരിടേണ്ടി വരുന്നത്. അവിടെ മാച്ച് ഷോട്ട് എന്ന് പറയുന്ന ഒരു പ്ലെയറൊക്കെ വെച്ച് ഇറക്കി ഒരു 230 ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ അബദ്ധമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ചെന്നൈ അടുത്ത കാലത്തൊന്നും 200 ചേസ് ചെയ്ത് വളരെ അപൂർവമാണ്. എങ്കിലും സഞ്ജു ഒരു വലിയ ബിഗ് ഇന്നിങ്സ് കളിക്കുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വിജയത്തിലേക്കൊക്കെ എത്താമെന്ന് വിചാരിച്ചു. പക്ഷേ സിറാജിൻ്റെ പ്രകടനം വളരെ നിർണായകമായിരുന്നു. പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റുകളാണ് സിറാജ് എടുത്തത്. പിന്നെ ഉറുവിൽ എന്ന് പറഞ്ഞാൽ സഞ്ജുവും ഋതുരാജും വിക്കറ്റ് പോയ സമയത്താണ് ഉറുവിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഉറുവിൽ കളിക്കേണ്ട രീതി എന്ന് പറയുന്നത് പതിയെ കരുതലോടെ കളിച്ചു തുടങ്ങാമെന്നായിരുന്നു ഉറുവിലെടുക്കേണ്ട ഒരു സമീപനം. പക്ഷെ ഉറുവിൽ കളിക്കുന്ന ഫസ്റ്റ് ബോൾ തന്നെ MSK പറഞ്ഞ പോലെ അതേ സ്ലോഗർ ഹിറ്റിംഗ് ആണ് ഉറുവിൽ നടത്തുന്നത്. ശേഷം ദുബ മാത്രമാണ് ഒരു 17 പന്തിൽ 47 റൺസൊക്കെ നേടിയിട്ട് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സീസണിലെ 14ാമത്തെ മത്സരത്തിലാണ് ദുബെ തൻ്റെ ഒരു റോൾ നിർവഹിച്ചത് എന്നുള്ളതാണ്. മികച്ച പ്രകടനം പറയാൻ കഴിയില്ല. അതെ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഈ ടീമിനെ കൊണ്ട് ചെന്നൈ അടുത്ത സീസൺ ഒരു പ്ലേ ഓഫ് കടക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് തോന്നുന്നു. കാരണം ബൗളിംഗ് നിരയിൽ കാര്യമായ മാറ്റങ്ങൾ വേണം. എനിക്ക് തോന്നുന്നു പ്രശാന്ത് വീറിനൊക്കെ റിലീസ് ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്നു. കാർത്തിക് ശർമ്മയ്ക്ക് ഒരു പക്ഷേ 19 വയസ്സാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കിയിട്ട് അവിടെ നിലനിർത്തിയാലും പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പക്ഷേ പ്രശാന്ത് വീർ ഒരു നെക്സ്റ്റ് ജഡേജ എന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്ന ഒരു താരമാണ് പ്രശാന്ത് വീർ എന്ന് പറഞ്ഞത്. പക്ഷേ ബൗളിങ്ങിലും കോൺട്രിബ്യൂഷൻ ഇല്ല, ബാറ്റിങ്ങിലും കോൺട്രിബ്യൂഷൻ. ബോളിങ്ങിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ബോളിംഗ് കൊടുക്കണം ഒരു മത്സരത്തിൽ പോലും. കാരണം അദ്ദേഹം ആ ടീമിലുള്ളപ്പോൾ ഒരു മത്സരത്തിൽ പോലും ഇദ്ദേഹത്തെ യൂസ് ചെയ്യാനുള്ള ഒരു സൗമനസ്യം പിന്നെ ഗെയ്ക്വാദ് കാണിച്ചിട്ടില്ല. അതായത് പല മത്സരങ്ങളും അദ്ദേഹം ഉണ്ട്. പക്ഷേ ദുബൈയാണ് പരീക്ഷിക്കുന്നത്. പ്രശാന്ത് വീർ എന്നുള്ളത് അദ്ദേഹത്തെ എടുക്കുന്ന സമയത്ത് തന്നെ പ്രധാനമായും പറഞ്ഞിരുന്നത് രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരൻ ഒരു ഓൾറൗണ്ടർ. നമ്മളൊക്കെ ആ സമയത്ത് വാർത്തകളിലൊക്കെ നമ്മളെ റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കൊടുത്തിരുന്നു, ടെക്സ്റ്റ് വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു നെക്സ്റ്റ് ബിഗ് തിങ് ആവുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് ഈ സീസണിൽ 14 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴേ അത് ഈ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തും ചെന്നൈ ഒരു മത്സരം ഒരു അടപടലം എന്നുള്ളതാണ് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. കാരണം ഏത് മേഖലയിലും ഇപ്പോൾ ബാറ്റിങ്ങിൽ ബൗളിങ്ങിൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ബൗളിങ്ങിൽ അവരെ ഒരു രീതിയിലും ഒതുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 125 റൺസ് എടുക്കുമ്പോഴാണ് അത് ഗുജറാത്ത് 125 റൺസിലെത്തുമ്പോഴാണ് ആദ്യ വിക്കറ്റ് പോകുന്നത്, ഗില്ല് പോകുന്നത്.
അതായത് അത്രത്തോളം അവർ അഗ്രസീവായിട്ട് കളിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊരു ബാറ്റിംഗ് പിച്ച് രീതിയിലാണ് ആ മത്സരം കാണുന്നത്. വലിയ അറ്റാക്കിംഗ് മോഡിലേക്ക് കളി പോകുന്നു എന്നുള്ളതും കൂറ്റനടികൾ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജു ഒക്കെ ഒന്ന് നന്നായി തിളങ്ങുന്ന ഒരു മത്സരമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പിച്ച് ആ രീതിയിലാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് ചെന്നൈയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് നേരെ തിരിഞ്ഞ് അതൊരു അവരിലേക്ക് ഒരു ഘട്ടത്തിലും ചെന്നൈയുടെ ബാറ്റർമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സഞ്ജു ആദ്യത്തെ ബോളിൽ തന്നെ സിറാജിന് മുമ്പിൽ പുറത്താകുന്ന ഒരു ഒരു ക്യാച്ച് നൽകി മടങ്ങുന്ന ഒരു സാഹചര്യം, തൊട്ടടുത്ത ഓവറുകളിലെല്ലാം വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോകുന്ന ഒരു കാര്യം. അപ്പോൾ ഈ രീതിയിൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും ഒരു മുന്നേറ്റം നടത്താൻ അത് ബൗളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും എവിടെയും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് കാര്യം. പ്രത്യേകിച്ച് ഈ നമ്മുടെ സഞ്ജു സാംസന്റെ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ഈ മത്സരത്തിലൊക്കെ അദ്ദേഹം ഒരു നല്ല മത്സരത്തിനായിരിക്കും അദ്ദേഹം തയ്യാറെടുത്ത് വന്നിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ തുടക്കത്തിൽ അദ്ദേഹത്തിന് നഷ്ടമാകുന്നത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയാണ്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഫോം ആവുക എന്നത് അവരുടെ വിജയത്തിന് നിർണായകമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സഞ്ജു ഇന്നലെ പുറത്തായത് തന്നെ അവിടെ തന്നെ ചെന്നൈ തോൽക്കുന്നൊരു സാഹചര്യം. നേരത്തെ പറഞ്ഞു ടോസ് നേടിയപ്പോഴേക്ക് ആ ഒരു ഡിസിഷനിൽ തന്നെ ചെന്നൈ തോറ്റു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും മേക്ക് ഓവർ ചെയ്യാനുള്ളൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ബൗളിങ്ങിൽ അവർ ഒട്ടും ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അല്ലെങ്കിൽ ഈ മത്സരം ഞങ്ങളുടെ വരുതിയിലാക്കണം എന്നുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. ഇന്നലെ വന്നവർക്കെല്ലാം അടി വാങ്ങുന്ന സാഹചര്യം. 56 റൺസാണ് ഇന്നലെ അൻഷുൽ കമ്പോജ് വഴങ്ങുന്നത്. അദ്ദേഹം സ്ഥിരം കാഴ്ചയാണ്. അതെ, അതൊരു തുടർച്ചയായ 50 പന്ത് കൊണ്ടാണെന്ന് മാത്രം. അപ്പോൾ ഈ അൻഷുൽ ഫോമില്ലെങ്കിൽ അവിടെ അൻഷുൽ കമ്പോജ് ബോളിംഗിൽ ഫോമാണ്. അതെ, അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ടുള്ള ഫോമാണെന്നല്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ അൻഷുൽ കമ്പോജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ പ്രതീക്ഷയിൽ വന്ന ഒരു താരം. അത് അദ്ദേഹം അവസാന കളികളിലേക്ക് എത്തുമ്പോൾ, അതായത് നിർണായകമായ മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ല സ്കോറിന് വിജയിക്കുക എന്നുള്ളത്, നല്ല ശരാശരിയിൽ വിജയിക്കുക എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്ക് അരികിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുന്ന സാഹചര്യത്തിലാണ് അൻഷുൽ കമ്പോജിനെ പോലുള്ളവരൊക്കെ പാടയെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൗളിങ്ങിൽ ഒരു ഭാഗത്ത് അവരങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ബാറ്റിങ്ങിനെത്തുമ്പോഴും ഇനിയിപ്പോൾ തുടക്കത്തിൽ സഞ്ജു നഷ്ടമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരത അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിക്കാതെ സഞ്ജുവിന് ഇന്നലെ പരിക്കുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഓവർ തന്നെ അദ്ദേഹത്തിന്റെ ചെറുവിരലിന് ബോൾ കൊണ്ട് പരിക്ക് ഏറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹം ബാറ്റിങ്ങിൽ ഇറങ്ങും എന്നുള്ളത് ആ സമയത്ത് പോലും കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ സഞ്ജു ഫോമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ പരിക്ക് കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കാര്യമാണ്. അങ്ങനെ. പക്ഷേ ഈ സഞ്ജുവിന്റെ ഫോം ചെന്നൈക്ക് നിർണായകമാണ്, തീർച്ചയായും നിർണായകമാണ്. പക്ഷെ സഞ്ജു മാത്രമല്ലല്ലോ അവിടെ. പിന്നെ ഈ ഗെയ്ക്വാദിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഗെയ്ക്വാദിന്റെ ഒരറ്റത്തു നിന്നുള്ള സമ്മർദ്ദമാണ് ശരിക്കും സഞ്ജു പുറത്താവുന്നതിന് കാരണം എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഒരു ഭാഗത്ത് ഒരാൾ വളരെ ലോ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു, അത് മറ്റുള്ള ബാറ്റർമാരെയൊക്കെയും സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു ഫസ്റ്റ് ബോളിന് പുറത്തായി എന്നുള്ളതൊരു സത്യമാണ്. അദ്ദേഹത്തിന് മാത്രമാണ് അതിപ്പോഴും മനസ്സിലാവാത്തെന്നുള്ളതാണ് ഗെയ്ക്വാദിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഭാവിയിലേക്കുള്ള യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നു, ആ രീതിയിൽ അവർ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ അതാണ് മത്സരത്തിന് ശേഷം പറയുന്നത് കാർത്തിക് ശർമ്മ നന്നായി കളിക്കുന്നു, ഉറുവിൽ പട്ടേൽ നല്ല പ്രകടനമാണൊക്കെ നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും യുവതാരങ്ങളെ പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ ധോണി നല്ല മെൻറ്ററാണ്, അദ്ദേഹം ആ രീതിയിൽ ഞങ്ങളുടെ യുവതാരങ്ങളെ നന്നായി പ്രചോദിപ്പിക്കുന്നു, ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മത്സരത്തിന് ശേഷവും അദ്ദേഹം പറയുന്നത്. അപ്പോൾ യുവതാരങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഗെയ്ക്വാദ് അർപ്പിക്കുന്നതെങ്കിലും ഗെയ്ക്വാദ് അദ്ദേഹത്തിൻ്റെ റോൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് ക്യാപ്റ്റൻസിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തിലാണെങ്കിലും അത് തീർത്തും അത് പ്രകടമാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് മത്സരങ്ങൾ മാത്രമല്ല, വലിയ വിമർശനങ്ങൾ ഏറ്റതിന് ശേഷം കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം നന്നായി കളിച്ചു എന്നുണ്ടെങ്കിലും പിന്നീടും അദ്ദേഹം നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ഗെയ്ക്വാദിൻ്റെ ഒരു പ്രകടനം അത് വളരെ ലോ ആയി കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ സഞ്ജു പുറത്താവുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ പിന്നീട് വരാനുള്ള താരങ്ങൾ, ഇപ്പോൾ ബ്രവിസ് വരെ ദുബൈ വരെയുള്ളവരൊക്കെ നന്നായി ബാറ്റ് ചെയ്യാവുന്ന താരങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെന്നൈക്കുണ്ട്. പക്ഷേ ആ ഒരു വിഭവങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൂടി ടീം മാറുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഇന്നലെ ദുബൈയെ പുറത്താക്കിയ ആ ക്യാച്ച്, ഗില്ലിൻ്റെ ക്യാച്ച് നല്ലൊരു ക്യാച്ചാണ് ശരിക്ക്. ഇന്നലെ ആദ്യം അതിന് തൊട്ട് മുമ്പ് 8 റൺസിലെങ്ങാണ്ട് നിൽക്കുന്ന സമയത്ത് ദുബൈയുടെ ഒരു ക്യാച്ച് ഗില്ലിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം ഒന്ന് ശ്രമിച്ചു നോക്കി, വലിയ ബുദ്ധിമുട്ടുള്ള ക്യാച്ചാണ്, പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പക്ഷേ അത് പിന്നീട് അദ്ദേഹം ആ ദുബൈയുടെ ക്യാച്ച് അതുപോലെ തന്നെ നല്ലൊരു ക്യാച്ചിലൂടെ അദ്ദേഹത്തെ പുറത്താക്കുന്നത്, അതായത് സെലിബ്രേഷൻ അതിനുശേഷം. അതെ, ആ ഒരു ക്യാച്ചിൻ്റെ സെലിബ്രേഷൻ. ഇപ്പോൾ അതോടൊപ്പം തന്നെയാണ് പറയേണ്ടത്, ഇനിയിപ്പോൾ മറ്റൊന്ന് ചിന്തിക്കുന്നത് 2023, നേരത്തെ സമീർ പറഞ്ഞ 2023 ഗുജറാത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ചെന്നൈ
കിരീടം നേടുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കലിപ്പാണോ എന്നുള്ളത് കൂടിയുണ്ട് ഗുജറാത്തിനെ വലിയ സ്കോറിൽ വിജയിക്കുന്നു എന്നുള്ളത്. ഇന്നലെ 89 റൺസിൻ്റെ ഒരു കൂറ്റൻ ജയമാണ് അത് അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതും, അത് നിർണായകമായൊരു മത്സരത്തിലാണ്, ഇതിൻ്റെ അവസാന ലാപ്പിലാണ്, 14ാമത്തെ മത്സരത്തിലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഗുജറാത്ത് ഈ ഒരു IPL-ൽ ഒരുപക്ഷെ ചാമ്പ്യന്മാരാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചെന്നൈയുടെ ബോളിങ്ങിൻ്റെ പോരായ്മകൾ പറയുന്ന സമയത്ത് നമ്മൾ ഗുജറാത്തിൻ്റെ ബോളിങ്ങിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റബാഡൊക്കെ പവർ പ്ലേയിൽ ഈ സീസണിൽ 17 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ട്രാക്ക് റെക്കോർഡാണത്. അഥവാ IPL ഹിസ്റ്ററിയിൽ ഒരു സീസണിൽ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഒരു താരമായിട്ട് റബാഡ മാറുകയാണ്. അപ്പോൾ സിറാജും അതുപോലെ തന്നെ ഇന്നലെ പവർ പ്ലേയിൽ 3 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. ഋതു, സഞ്ജു, ഉർവിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു RCBയിൽ ഹേസൽവുഡും ഭുവിയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് സിറാജ് റബാഡ കോംബോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ എനിക്കും തോന്നുന്നത് ഗുജറാത്ത് ഇപ്രാവശ്യം കിരീട സാധ്യതയുള്ള ഒരു നമ്പർ 1 ടീം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൽ ബോളേഴ്സിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കാരണം ടോപ്പ് 15-ലുള്ള പിന്നെ താരങ്ങളിൽ ഏറ്റവും പിന്നെ റബാഡയും ഉണ്ട്, സിറാജും ഉണ്ട്, ഇവരൊക്കെ ആ ലിസ്റ്റിലുണ്ട്. അതിലേറ്റവും രസകരമായ കാര്യം എന്നുള്ളത് റാഷിദ് ഖാനെ അവർ ഭയങ്കര ഒരു ലീസ്റ്റ് യൂസ്ഡ് ബോളറായിട്ടാണ് ഈ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് റാഷിദ് ഖാൻ പലപ്പോഴും ഈ അദ്ദേഹത്തിന് ബോൾ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ ഒരു 10 ഓവർ ആകുമ്പോഴത്തേക്കും പിന്നെ പ്രധാന താരങ്ങളെയൊക്കെ പുറത്താക്കിക്കൊണ്ട് റബാദയും സിറാജും ഒക്കെ അത്രയും മികച്ച ഫോമിൽ കളിക്കുകയാണ്. റാഷിദ് ഖാൻ കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ 1-2 ഓവർ ബോൾ കിട്ടാത്ത ഓവർ പിന്നെ മത്സരങ്ങൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 6 ഓവർ ബാക്കിയുണ്ട് കളി തീരാൻ. അതെ, അത്രയും ഇതായിട്ടും എന്നിട്ടും അദ്ദേഹം ഈ IPL സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ ലിസ്റ്റിൽ അദ്ദേഹം 4ാമതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് റാഷിദ് ഖാൻ ഇവരെ പോലെ ഒരുപാട് ഓവറുകളൊന്നും എറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും പിന്നെ 19 വിക്കറ്റ് ഈ സീസണിൽ അദ്ദേഹം ആകെ നേടിയിട്ടുണ്ട്. ചില മത്സരത്തിൽ അദ്ദേഹത്തിന് 1 ഓവർ മാത്രം കിട്ടിയ പിന്നെ മത്സരം ഉണ്ടായിരുന്നു, 2 ഓവർ കിട്ടിയ മത്സരം ഉണ്ടായിരുന്നു. അപ്പം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരാൾ മാത്യു ഹെയ്ഡൻ ആണ്. അതായത് ഇപ്പോൾ ഗുജറാത്തിൻ്റെ കോച്ചായിരിക്കുന്ന ബാറ്റിംഗ് കോച്ചായ അല്ലെങ്കിൽ അവരുടെ കോച്ചായ മാത്യു ഹെയ്ഡനെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ആളാണ്. നെഹ്റയെ പോലെ തന്നെ നെഹ്റ ഇപ്പം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം മാത്യു ഹെയ്ഡൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നെ ഇപ്പം ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വിസ്ഫോടനാത്മകമായി ബാറ്റ് ചെയ്തിരുന്ന ഒരു കാലത്ത് പിന്നെ ഓസ്ട്രേലിയൻ ടീമിൻ്റെ കുന്തമുനയായിരുന്ന താരമാണ്. 380 എടുത്ത ഒരു താരമാണ്. നമുക്കറിയാം ഇന്ത്യക്കെതിരെ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരമാണ്. അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം സായി സുദർശൻ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ 3 ബാറ്റർ അവർക്കാണ് അദ്ദേഹം എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിൽ തന്നെ സായി സുദർശന്റെ ബാറ്റിംഗ് ഒരുപാട് മെച്ചപ്പെട്ട നമ്മൾ കണ്ടിട്ടുണ്ട്. 3 സീസണിലും 600-ലധികം റൺസ് 500-ലധികം റൺസ് അദ്ദേഹം നേടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഏത് പ്ലെയറാണ് നമുക്ക് വേണ്ടത്? ഗില്ലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ സ്ട്രൈക്ക് റേറ്റും നമുക്കറിയാം. ആ ഒരു പിന്നെ വിമർശനങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും ഒരുപാട് ഉയർന്നത് കണ്ടിട്ടുണ്ട്. ഇത് മാത്യു ഹെയ്ഡന്റെ പിന്നെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ ഫോമിലല്ലാതെ ബട്ട്ലറും ഫോമിലേക്ക് എത്തി. അപ്പൊ ഒരു ബാറ്റർ എന്ന രീതിയിൽ 2000-ങ്ങളിൽ ഭരിച്ചിരുന്ന മാത്യു ഹെയ്ഡന്റെ ടിപ്സ് കൃത്യമായിട്ടും ഗുജറാത്ത് ബാറ്റർമാർക്ക് ഉപകരിക്കുന്നുണ്ട്. മാത്യു ഹെയ്ഡൻ നമുക്കറിയാം 2021 T20 ലോകകപ്പിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പിന്നെ ഒരു ലോകകപ്പിൽ ആദ്യമായിട്ട് തോൽപ്പിക്കുന്നത്. ആ സമയത്ത് മാത്യു ഹെയ്ഡൻ ആയിരുന്നു ഇവരുടെ ബാറ്റിംഗ് കോച്ച്. അതായത് അന്ന് മുഹമ്മദ് റിസ്വാനും ബാബർ അസമും ഒക്കെ തിളങ്ങിയിരുന്ന ആ കാലഘട്ടത്തിൽ അവർ പിന്നെ T20-യിൽ കുറച്ചുകൂടി നന്നായിട്ട് ബാറ്റ് ചെയ്തിരുന്ന കാലത്ത് പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് കോച്ച് മാത്യു ഹെയ്ഡൻ ആയിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മാറിയതിനു ശേഷം ബാബറും റിസ്വാനും ഇപ്പോൾ ഫോമിലേ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാലത്തും മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരും പെരുമയും പറഞ്ഞുകൊണ്ട് അവർക്ക് ജീവിക്കാനാവില്ല എന്ന സത്യം അവരും മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം തന്നെ ഈ മത്സരശേഷം ധോണിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പിന്നെ ഇദ്ദേഹം പറയാണ്, ഗെയ്ക്വാദ് പറയാണ് ചിലപ്പോൾ അടുത്ത സീസണിൽ വരുമായിരിക്കും. എന്തിനാണ് ഇങ്ങനത്തെ ഈ ഒരു ആവശ്യമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ധോണിയുടെ പേര് വിട്ടിട്ട് ഇത്ര കാലം ഇങ്ങനെ ജീവിക്കരുത്, ജനങ്ങളെ പറ്റിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ധോണി അദ്ദേഹത്തിന് വലിയ പരിക്കൊന്നുള്ളതായിട്ടുള്ള പിന്നെ അനുഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ധോണിയുടെ കാര്യത്തിൽ ഒരു ഒളിച്ചു കളി നടത്തിക്കൊണ്ട് ഫാൻസിനെ ഗാലറിയിലേക്ക് എത്തിക്കാൻ ധോണി അടുത്ത കളി കളിക്കും അങ്ങനത്തെ റൂമറൊക്കെ പരത്തിക്കൊണ്ട് പിന്നെ ആ രീതിയിലാണ് അവർ ധോണിയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ധോണിയുടെ കാര്യത്തിൽ ധോണി യുഗത്തിൽ നിന്ന് തീർച്ചയായും മുന്നോട്ട് പോവേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം ചെന്നൈ 2023 ശേഷം ചെന്നൈ ഗതി പിടിക്കാത്തതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് ധോണി കൂടിയാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 2025 2024 സീസണിലൊക്കെ നമുക്കറിയാം പല മത്സരങ്ങളിലും ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു.
ധോണി 2024 സീസൺ 25 സീസണിലൊക്കെ അദ്ദേഹം ഒരു ഏത് പൊസിഷനിൽ ഇറങ്ങണം, അതായത് ജയിക്കാവുന്ന മത്സരങ്ങളിൽ പോലും അദ്ദേഹം പൊസിഷൻ മാറി 8-ാമനായിട്ടും 9-ാമനായിട്ടൊക്കെ ഇറക്കി ഓരോരുത്തരെ ഉന്തി പറഞ്ഞു വെക്കുന്ന ആ രീതിയിൽ അദ്ദേഹം ഇറങ്ങിക്കൊണ്ട് പല മത്സരങ്ങളും CSK തോറ്റിട്ടുണ്ട്. അപ്പോൾ ധോണിയുടെ അദ്ദേഹത്തിനെ പോലെ അബിലിറ്റി ഉള്ള ഒരു താരം ഏത് പൊസിഷനിലാണ് കളിക്കേണ്ടത് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ ധോണി ഒരു സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന പൊസിഷൻ ഞാൻ സെലക്ട് ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ധോണിയുടെ കാര്യത്തിൽ ഒളിച്ചുകളി മാറ്റി വെച്ചുകൊണ്ട് ഇനിയെങ്കിലും അവർ ഒരുപാട് അവർ തന്നെ ഒരു പുതിയൊരു യുഗം ധോണിക്കും അതുപോലെ തന്നെ സ്റ്റീഫൻ ഫ്ലമിങ്ങിനും അപ്പുറമുള്ള ഒരു യുഗം തീർച്ചയായിട്ടും CSKയിൽ വരേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അടുത്ത വർഷത്തിലേക്ക് അവർ ഒരുങ്ങിയിറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് കൂടി നമ്മൾ വരേണ്ടതുണ്ട്. ഇന്ന് RCB SRH മത്സരമാണ്. RCB സംബന്ധിച്ചിടത്തോളം 18 പോയിൻ്റായി. ഇന്ന് അവസാന മത്സരമാണ്. പോയിന്റ് ടേബിളിൽ ഇപ്പോഴും ഒന്നാമതാണ്. ഇന്നലെ ഗുജറാത്ത് ജയിച്ചെങ്കിലും റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെയാണ് മുകളിൽ. ഇന്ന് 2 പോയിന്റ് കൂടി നേടി 20 പോയിൻ്റായി. നിലവിലെ ചാമ്പ്യന്മാരാണ്. കിരീട പ്രതീക്ഷയിൽ വലിയ മുമ്പന്മാരാണ്. എങ്ങനെ കാണുന്നു ഇന്നത്തെ മത്സരം? തീർച്ചയായും RCBക്ക് തന്നെയാണ് ഒരു എഡിച്ചുള്ളത്. കാരണം RCB നേരത്തെ ഗുജറാത്ത് RCB ഈ 2 ടീമുകളാണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും സെറ്റായിട്ടുള്ള ടീമുകൾ. തുടക്കത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഗുജറാത്തും ആ ഒരു ലൈനിലേക്ക് വന്നത് കണ്ടിട്ടുണ്ട്. ഗുജറാത്ത് ഇന്നലെ നേരത്തെ ഒരു ക്യാച്ചിന്റെ കാര്യം പറഞ്ഞു. ക്യാച്ച് എടുത്തതിന് ശേഷം കാണികളോട് മിണ്ടരുത് എന്ന് പറയുന്ന ആ ഒരു ആത്മവിശ്വാസം ശുഭ്മാൻ ഗില്ലിന് കിട്ടണമെങ്കിൽ അദ്ദേഹം ക്യാപ്റ്റൻസി അത്രത്തോളം അതിൽ സിങ്കായി നിൽക്കുകയാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിൽ മറ്റ് യുവ ക്യാപ്റ്റന്മാരെക്കാളും ഒരുപടി മുകളിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഗുജറാത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. മറുവശത്ത് രജത് പട്ടിദാറും അദ്ദേഹവും മികച്ച രീതിയിൽ അത്രയും ജയൻസ് ഉള്ള വിരാട് കോഹ്ലിയെ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ നിറഞ്ഞ ആ ടീമിനെ കൃത്യമായിട്ടും അദ്ദേഹത്തിന് നയിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ടും ഇന്ത്യൻ ടീമിൽ അത്ര സജീവമല്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ IPL കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. അപ്പോൾ ഈ 2 ക്യാപ്റ്റന്മാരെയും നമുക്ക് ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരായിട്ട് തന്നെ എണ്ണാം. പിന്നെ RCB സംബന്ധിച്ചിടത്തോളം RCB ടീമും വളരെ സെറ്റായിട്ടുള്ളൊരു ടീമാണ്. ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലി അടങ്ങുന്ന ഒരു ബാറ്റിംഗ് നിരയെ നമുക്ക് ഏത് തരത്തിൽ എറിഞ്ഞിടാം എന്ന് ബോളർമാർ ഇപ്പോഴും കൂലങ്കുഷമായി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ബോളിങ്ങിലാണെങ്കിൽ ഭുവനേശ്വർ കുമാറും ഹസിൽവുഡൊക്കെ നയിക്കുന്ന സ്പിന്ന് എറിയാനെന്ന വ്യാജേന എത്തിക്കൊണ്ട് പേസ് എറിയുന്ന കൃണാൽ പാണ്ഡ്യ അടക്കമുള്ള താരങ്ങളൊക്കെയുള്ള അവരുടെ ബോളിംഗ് നിരയും അതിശക്തമാണ്. അപ്പം ടൂർണമെന്റിൽ കപ്പിൽ കുറഞ്ഞതൊന്നും RCB പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം RCB മേ ബി കപ്പടിക്കാൻ ഇനി സാധ്യതയുള്ളത് RCB ആണ്. അപ്പോൾ RCB മത്സരത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. MSK മാൻട്രൈക്ക് ആവുന്നതാണ് സാധാരണ. എനിക്ക് തോന്നുന്ന RCB കപ്പടിക്കുന്നതാണ്. ഇന്ന് ഞാൻ RCBയുടെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം ഭുവി ഹേസൽവുഡ് പേസ് ദ്വയങ്ങൾ SRHന് എറിഞ്ഞിടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ RCBയുടെ ബാറ്റിംഗ് ലൈനപ്പും വളരെ ശക്തമാണ്. RCB ഏതായാലും എൻ്റെയും അഭിപ്രായത്തിൽ RCB വിജയിക്കും എന്നുള്ള ഒരു മാറ്റി പറയണേ. നമ്മൾ പറയായിരുന്നു. ഇതാണ് സ്ഥിരം പറയുന്ന വാക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് RCB ജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അവർക്ക് ഒരു കൂളായിട്ട് കളിക്കുന്ന ഒരു ടീം കൂടെയാണ്. കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായതിനു ശേഷം അവരുടെ ഒരു മത്സരത്തിൽ തന്നെ ആ ഒരു കൂൾനെസ്, ഒരു വലിയ രീതിയിൽ അവർ ആ സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവർ ഒന്നുകൂടി അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്ന ഭുവനേശ്വർ കുമാറിനെ പോലെയുള്ള താരങ്ങൾ, വിരാട് കോഹ്ലിയെ പോലെയുള്ള സൂപ്പർ താരങ്ങളുടെയൊക്കെ പ്രകടനം വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ RCB ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രണ്ടുപേർക്കും ടെൻഷനൊന്നുമില്ല. കാരണം SRHനെ സംബന്ധിച്ചിടത്തോളം അവരും പ്ലേ ഓഫിലാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ടെൻഷൻ്റെ അവസ്ഥയില്ല. അവർക്ക് പോയിന്റ് മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു സാധ്യത കൂടിയാണ്. അവർ ഒരുപാട് ടെൻഷൻ നിറഞ്ഞ മത്സരങ്ങൾക്കിടയിൽ മരുഭൂമിയിൽ ഒരു മഴ വീഴുന്ന പോലെ വലിയ ടെൻഷനൊന്നും ഇല്ലാത്തൊരു മത്സരം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇന്നത്തെ മത്സരം പോകുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെന്ന് പറയുന്നത് പോരാട്ടങ്ങളുടെ ഒരു ദിനമാണ്. കിരീടത്തിലേക്ക് വലിയ പ്രതീക്ഷകളുടെ ഒരു ദിനം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.